നമസ്തേ പ്രിയമുള്ള പ്രേക്ഷകരെ, ഇവിടെ ചർച്ച ചെയ്യുന്ന ജ്യോതിഷ വിഷയം നിങ്ങളുടെ ഇന്ന് നാം ചർച്ച ചെയ്യുന്ന ദിനം ഇന്ന് 2026 ഓഗസ്റ്റ് മാസം 9-ാം തീയതി രവിവാരം ഞായറാഴ്ച. മലയാള കലണ്ടർ പ്രകാരം 1201 കർക്കിടക മാസം 24-ാം തീയതി. ഇന്ന് ഞായറാഴ്ച. സൂര്യോദയം തൃശ്ശൂരിൽ കാലത്ത് 6:18, അസ്തമയം വൈകിട്ട് 6:42. ഇന്നത്തെ രാഹുകാലം ഞായറാഴ്ച വൈകിട്ട് 4:30 മുതൽ 6 മണി വരെയുള്ള സമയം. ഇന്ന് കറുത്തപക്ഷത്തിലെ ഏകാദശിയാണ്. ഇന്ന് 11 മണി വരെ ഏകാദശി തിഥിയാണ്. ഏകാദശി ഭഗവാൻ കൃഷ്ണനുമായി വളരെ ബന്ധപ്പെട്ട് കിടക്കുന്നു. 2 ഏകാദശി, പക്ഷേ കറുത്തപക്ഷത്തിലെ ഏകാദശിക്ക് വളരെ വിശേഷമുണ്ട്. അതിനാൽ എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് ചെറിയ കുട്ടികളുടെ പേരിലൊക്കെ തന്നെ വെണ്ണ നിവേദ്യം, തുളസിമാല, പാൽപ്പായസം വഴിപാടായി സമർപ്പിക്കാം. വെണ്ണ നിവേദ്യം വഴിപാടായി സ്വീകരിച്ച് കുട്ടികൾക്ക് കൊടുക്കാം. ഇന്നത്തെ നക്ഷത്രം മകേരിയൻ നക്ഷത്രമാണ്. മകേരിയൻ ഒരു ശുഭനക്ഷത്രമാണ്. ഉച്ചയ്ക്ക് 2:40 വരെ മകേരിയൻ നക്ഷത്രമാണ്. എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് വല്ല ശുഭകാര്യങ്ങളുമൊക്കെ ചെയ്യാൻ ഉണ്ടെങ്കിൽ ഇന്നത്തെ ദിവസം 11:15 മുതൽ 12:15 വരെയുള്ള സമയം ശുഭകാര്യങ്ങൾക്കായി സമയം കണ്ടെത്താവുന്നതാണ്. നല്ല സമയമാണ്, നല്ല കാലഹോരയുമാണ്. ഇന്ന് മകേരിയൻ നക്ഷത്രം മിഥുനൻ രാശിയാണ്. ഈ നക്ഷത്രത്തിൻ്റെ ആദ്യത്തെ 30 നാഴിക ഇടവവും അവസാനത്തെ 30 നാഴിക മിഥുനവുമാണ്. ഇടവൻ രാശി സ്ത്രീകൾക്ക് വളരെ നല്ലതാണ്. കാരണം അത് ഫെമിനൈൻ സൈനാകുന്നു, സ്ത്രീ രാശിയാകുന്നു. മകേരം മിഥുനം പുരുഷരാശിയാണ്, മെയിൽ സൈനാണ്. അതിനാൽ ആ പൗരുഷമൊക്കെ വളരെ കൂടും. സംഗീത നൃത്ത വിഷയങ്ങളിലും അല്ലെങ്കിൽ മാർഷ്യൽ ആർട്സ്, ആയോധന കലകളിലുമൊക്കെ തന്നെ മിഥുനം രാശിക്കാർ വളരെ ശോഭിക്കും. വളരെയധികം പ്രാഗൽഭ്യം ജനിക്കും. അഭിനയത്തിലായാലും നൃത്ത പരിപാടികളിലൊക്കെ തന്നെ മകേരം പുരുഷന്മാർക്ക് വളരെ നല്ലതാണ്. മിഥുനൻ രാശി സ്ത്രീകൾക്കാണെങ്കിൽ അവർ കൂടുതൽ ഗഡ്സ്, ധൈര്യം, സാഹസികത വളരെ കൂടും. തങ്ങളുടെ കാര്യങ്ങളൊക്കെ വളരെ ഒരു മടിയുമില്ലാതെ പ്രകടിപ്പിക്കാൻ മകേരം മിഥുനൻ രാശി സ്ത്രീകൾക്ക് കഴിയുന്നതായി നാം കണ്ടുവരാറുണ്ട്. ഇന്നത്തെ ദിനം കാലത്ത് മകേരം നക്ഷത്രത്തെ അധിപനായ ഗ്രഹം ചൊവ്വയാകയാൽ ചൊവ്വ മിഥുനൻ രാശിയിലാണ് നിൽക്കുന്നത്. സുബ്രഹ്മണ്യ പൂജ, സുബ്രഹ്മണ്യ ക്ഷേത്രത്തിൽ ത്രിമധുരം പഞ്ചാമൃതം വഴിപാടുകൾ, ഓം വജത് ഭുവയ നമഃ എന്ന മൂലമന്ത്രം ജപിക്കുന്നത് വളരെ ഉത്തമമാണ്. ഇന്ന് 2:40 ശേഷം തിരുവാതിര നക്ഷത്രം വരും. ശുഭമുഹൂർത്തങ്ങളൊന്നും തിരുവാതിര നക്ഷത്രത്തിന് തരാൻ സാധിക്കുകയില്ല. കാരണം തിരുവാതിര ഒരു ശുഭനക്ഷത്രമല്ല. യാത്രയ്ക്കും വിത്തിട്ടാലും പൊടിക്കാത്ത നക്ഷത്രമാണ്. പക്ഷേ വിദ്യാരംഭത്തിന് വളരെ നല്ലതാണ് തിരുവാതിര. കാരണം അത് ശിവൻ്റെ നക്ഷത്രമാണ്. അത്യന്തം പ്രതാപശാലിയ ശിവൻ്റെ ദക്ഷിണാമൂർത്തിയൊക്കെ ജ്ഞാനത്തെ നമുക്ക് പ്രദാനം ചെയ്യുന്ന ദേവത സങ്കേതമാണ് തിരുവാതിര നക്ഷത്രം. ദക്ഷിണാമൂർത്തി ശിവൻ്റെ സ്വരൂപവുമാണ്. ഇന്ന് 2:30 മുതൽ എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് ശുഭകാര്യങ്ങൾക്കൊന്നും മുഹൂർത്തമില്ല. അതിനാൽ മുഹൂർത്തം ഞാൻ നേരത്തെ സൂചിപ്പിച്ചു കഴിഞ്ഞു. ഇന്ന് വൈകിട്ട് ആയില്യപൂജ, സർപ്പബലി ചെയ്യുക, സർപ്പസങ്കേതത്തിൽ പോവുക, അവിടെ നാഗങ്ങൾക്ക് 100 പാലം ചെയ്യുക. അല്ലെങ്കിൽ കേരളത്തിലെ വെളിയിലുള്ളവർക്ക് നവഗ്രഹത്തിൽ രാഹുകേതു അർച്ചന ചെയ്യുന്നത് വളരെ അനുകൂലമാണ്. എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും പ്രാർത്ഥന: ഓം രാഹവേ നമഃ, ഓം കേതവേ നമഃ. ഒരു ശുഭമായ ദിനത്തെ പ്രാർത്ഥിക്കുന്നു. നന്ദി, നമസ്തേ.